ഇതിൽ ഈ കാണുന്ന എല്ലാ സാധനങ്ങളും വയനാട്ടിലേക്ക് കൊടുത്തുവിടാൻ വേണ്ടി വാങ്ങിച്ചതാണ്. എന്തിനാണെന്നൊന്നും ആർക്കും നമ്മൾ വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ എല്ലാവരും അറിഞ്ഞ കാര്യം തന്നെയാണ് അവിടെ എന്താണ് സംഭവിച്ചതെന്ന്. അപ്പോൾ കഴിഞ്ഞ ദിവസം മോളുടെ അംഗൻവാടിയിൽ നിന്ന് ടീച്ചർ പറഞ്ഞു, എല്ലാ കുട്ടികളുടെയും വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു സഹായം നമ്മളുടെ അംഗൻവാടിയുടെ ഭാഗമായിട്ട് അവർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു സഹായം ചെയ്യണമെന്ന്. അങ്ങനെ നമ്മൾ അവർക്ക് വേണ്ടി ഇപ്പം നമ്മളെക്കൊണ്ട് പറ്റിയില്ലെങ്കിൽ നമ്മളെക്കൊണ്ട് പറ്റുന്നത് നമുക്ക് ചെയ്യാം. മാത്രമല്ല നമുക്ക് നമ്മളുടെ ഫ്രണ്ട്സിനോട് അല്ലെങ്കിൽ നമ്മളുടെ റിലേറ്റീവ്സിനോടൊക്കെ പറയാൻ പറ്റും. നമുക്ക് ഇങ്ങനൊരു സഹായം നമ്മളിങ്ങനൊരു സഹായം ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമുക്ക് അറിയിക്കാൻ പറ്റും. അങ്ങനെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവരും കൂടെ ചേർന്ന് നമ്മൾ കുറച്ച് സാധനം അംഗൻവാടിയിൽ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ്, അമ്മമാർക്കുള്ള നൈറ്റി, ടോപ്പ്, പിന്നെ ആണുങ്ങൾക്കായിരുന്നാലുള്ള പേശ, ഷർട്ട്, പാൻറ്റ് അങ്ങനെയുള്ള ഐറ്റംസ്, പിന്നെ ഗ്ലാസ്, പ്ലേറ്റ്, വാട്ടർ ബോട്ടിൽ, തോർത്ത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് അവർക്കത് ഉപകാരമാവുമല്ലോ. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ എത്തിച്ചു കൊടുത്തു. മാത്രമല്ല കുഞ്ഞു മക്കളുള്ള നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം അവർക്ക് ഡയപ്പറിൻ്റെ ആവശ്യം എന്താണെന്ന്. പിന്നെ പീരീഡ്സ് ആവുന്ന ഗേൾസിൻ്റെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അവർക്കൊന്ന് പുറത്ത് പോയി ഒന്ന് വാങ്ങാനോ അല്ലെങ്കിൽ അവരിട്ടിരിക്കുന്ന ഡ്രസ്സല്ലാതെ വേറെ ഒന്നും വാങ്ങാനോ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലാണ് അവരവിടെ നിൽക്കുന്നത്. ആരോട് ചോദിക്കാൻ വേണ്ടിയിട്ട് ആരും ഇല്ലാത്തൊരവസ്ഥയായിരിക്കും അവർക്കിപ്പോൾ അവിടെ ഉള്ളത്. ചിലപ്പോൾ കുടുംബത്തിലുള്ള മറ്റെല്ലാവരെയും നഷ്ടപ്പെട്ട അവസ്ഥയിലുള്ളവരും കാണും. അങ്ങനെ ഞങ്ങൾ ആ സാധനങ്ങൾ അംഗൻവാടിയിൽ ഏൽപ്പിച്ച്, ഞങ്ങൾ മാത്രമല്ല ഒരുപാട് പേര് സാധനങ്ങൾ അംഗൻവാടിയിൽ എത്തിച്ചിട്ടുണ്ട്. അവരത് വയനാട്ടിലോട്ട് എത്തിക്കാനുള്ള ഏർപ്പാടുകളും ചെയ്തു കഴിഞ്ഞു. അപ്പോൾ അത്രയേ ഉള്ളൂ ഗായ്സ്.